അമ്മയോട് പറയുന്നു, നിങ്ങളുടെ മകളെ പീഡിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ മകളെ മാസങ്ങളോളം പീഡിപ്പിച്ചിരിക്കുന്നു, ഒരു ലോഡ്ജ് മുറിയിലിട്ട് മാസങ്ങളോളം ദിവസങ്ങളോളം പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് അമ്മയോട് കംപ്ലൈൻറ്റ് പറയുന്നു. അച്ഛൻ പറയുന്നു, ഞാൻ പഠിക്കട്ടെ, ഞാൻ വായിക്കട്ടെ, ഞാൻ മനസ്സിലാക്കട്ടെ, എന്നിട്ട് നമുക്കിതിനൊരു തീരുമാനമെടുക്കാമെന്ന്. ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയില്ല. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരമൊന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം. ഇനി മറ്റു സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് റിപ്പോർട്ടിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്, നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. അമ്മയുടെ തലപ്പത്തിരിക്കുന്ന അച്ഛ, ഒരാഴ്ച മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അണ്ണന്റെ പ്രതികരണം. ചൈത്താൻ കാര്യപ്പെട്ട കാര്യത്തിന് പ്രതികരിച്ചപ്പോൾ ഓടിച്ചെന്ന് ചൈത്താന്റെ മേലെ അങ്ങ് കേസ് കൊടുത്തല്ലോ. ആ ആവേശമൊന്നും സ്വന്തം മക്കളെ പീഡിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ കാണുന്നില്ലല്ലോ അച്ഛ. സ്വന്തം സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു, മാസങ്ങളോളം ദിവസങ്ങളോളം റൂമിൻ്റെ ഉള്ളിൽ മറ്റേ ലോഡ്ജിൻ്റെ ഉള്ളിൽ എന്നൊക്കെ വെച്ച് കേൾക്കുമ്പോൾ അച്ഛൻ പറയാണ്, വായിക്കട്ടെ, മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ, ആലോചിക്കട്ടെ, ഞാനിപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമിലാണ്, അതിനാണ് ഞങ്ങളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, എന്നിട്ട് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ എന്ന്. എന്ത് തീരുമാനിക്കാൻ? ഈ ജന്മത്തെങ്ങാനും തീരുമാനിച്ചിട്ടത് പറയുമോ? ഒരു സെറ്റിൽമെന്റ് തീരുമാനം അല്ലേ? എന്നിട്ട് വളിഞ്ഞ ഒരു ഊളത്തരമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടാവും. അണ്ണാ, ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിലെ അണ്ണാ പറയണത് നട്ടലില്ലാത്ത മയിര് എന്ന്.